friends, welcome back to Bosco Campus Vision. Today I am going to discuss three topics: domain, data abstraction and data independence in database management system. So I have three topics to discuss. First one is domain, second one is data abstraction, third one is data independence. So let's see what is domain. So the database domain is the data type used by a column in database. So a database domain എന്ന് പറയുമ്പോൾ ആ column value യൂസ് ചെയ്യുന്ന data type-നെയാണ് നമ്മൾ domain എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓരോ ഡൊമൈനും അവർ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റുഡന്റ് ഡേറ്റാബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് ഡേറ്റാബേസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നെയിം, റോൾ നമ്പർ, മാർക്ക് ഒക്കെ. സോ അപ്പം ആ ഡേറ്റാബേസിലെ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ബിലോങ് ചെയ്യാൻ പറ്റുന്ന പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. അതായത് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് ഉൾക്കൊള്ളാവുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ, ആൽഫബറ്റിക് ഡേറ്റാസ് ആയിരിക്കും. സോ ആ ഡേറ്റ റേഞ്ച് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ആ ഡേറ്റ വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. Okay, so a database domain is the data type used by a column in a database. ഒരു ഡേറ്റാബേസിലെ കോളം യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. കോളം യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെ. ഓക്കെ, സോ ഡേറ്റ ടൈപ്പ് ക്യാൻ ബി ബിൽറ്റ് ഇൻ, അതായത് ഡേറ്റ ടൈപ്പ് ബിൽറ്റ് ഇനും ഉണ്ട്, പിന്നെന്താണ് രണ്ടാമതായിട്ട് കസ്റ്റമൈസ്ഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഡൊമൈനിൽ ഇരിക്കുന്ന ഡേറ്റ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ്. ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡേറ്റ ബേസ് അല്ലെങ്കിൽ ഈ സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്, അതായത് ഇപ്പം ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് കാണും, അല്ലെങ്കിൽ സ്ട്രിങ്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് കാണും. അങ്ങനെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പാണ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ കസ്റ്റമൈസ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും യൂസറിന്റെ നീഡിനനുസരിച്ച് നമ്മൾ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കോളം വാല്യൂസ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഡേറ്റ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ചിലപ്പോൾ ആൽഫ ന്യൂമറിക് കോമ്പിനേഷൻസ് വരാം. നമുക്ക് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് നമുക്ക് തന്നെ അവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെയാണ് കസ്റ്റമൈസ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡേറ്റ ടൈപ്പ് ബിൽറ്റിനും ഉണ്ട്, കസ്റ്റമൈസ്ഡും ഉണ്ട്. ഓക്കെ, സോ ഈച്ച് ആട്രിബ്യൂട്ട് ഹാസ് എ ഡൊമെയിൻ ഓർ റേഞ്ച് ഓഫ് വാല്യൂസ്. അപ്പൊ എന്താ, ഈ ഓരോ ആട്രിബ്യൂട്ടിനും അവർ ബിലോങ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. ക്യാൻ ബി അസൈൻ ടു ദാറ്റ് ആട്രിബ്യൂട്ട്. ആ ആട്രിബ്യൂട്ടിന് ബിലോങ് ചെയ്യാൻ പറ്റുന്ന ഈ ഡൊമൈനിൽ ആ ആട്രിബ്യൂട്ടിന് ബിലോങ് ചെയ്യാൻ പറ്റുന്ന പർട്ടിക്കുലർ റേഞ്ച് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും അവർ ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡൊമൈൻ ആയിരിക്കും ഇവരിൽ ഈ ഡേറ്റ ആട്രിബ്യൂട്ടില് ഏത് വാല്യൂസ് ഉൾക്കൊള്ളണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡൊമൈൻ ആയിരിക്കും. ഓക്കെ, എ ഡൊമൈൻ ഡിറ്റർമിൻസ് ടൈപ്പ് ഓഫ് ഡേറ്റ വാല്യൂസ് ആർ പെർമിറ്റഡ് ഫോർ ദാറ്റ് ആട്രിബ്യൂട്ട്. സപ്പോസ് നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് ഏത് വാല്യൂ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് അതിന്റെ ഡേറ്റ ടൈപ്പ് ആണ്, ഡൊമൈൻ ആണ്. ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് ഏത് വാല്യൂ ഉൾക്കൊള്ളിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഡൊമൈൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏത് ഡേറ്റ വാല്യൂ, ഡേറ്റ ടൈപ്പ് ആണ് ആ ആട്രിബ്യൂട്ടിന് കൊടുക്കേണ്ടതെന്ന് ഫിക്സ് ചെയ്യുന്നത് ഈ ഡൊമൈൻ ആണ്. ഡൊമൈനിന്റെ ടൈപ്പ് അനുസരിച്ചാണ് നമ്മൾ ആ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, so a domain determine type of data values are permitted for that attribute and serve as attribute constraint. Attribute constraint എന്ന് പറയുമ്പോഴേക്ക് ആ പെർട്ടിക്കുലർ ലിമിറ്റിന്റെ അകത്ത്, റേഞ്ചിന്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് വാല്യൂസിന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ്. സോ ആട്രിബ്യൂട്ട് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലിയ വാല്യൂ, ലെങ്തി ആയിട്ടുള്ള വാല്യൂസും ഡൊമൈനിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, വളരെ ചെറിയ വാല്യൂസും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി നെയിം അല്ലെങ്കിൽ ഒരു പേഴ്സൺ നെയിം വലിയ ലെങ്ത് ഉള്ളതാണെങ്കിൽ നമുക്ക് ലാർജ് വാല്യൂസിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വലിയ പേരുകൾ ഇങ്ങനെയുള്ള കേസസിൽ വരും. ഇനി ചില സമയത്ത് ഈ ആട്രിബ്യൂട്ടിൽ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് വാല്യൂ വളരെ ചെറുതായിരിക്കും. അതായത് ഒരു യൂണിറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സൈസ്, ഇപ്പം സ്മോള്, മീഡിയം, ലാർജ്, അങ്ങനെ നമുക്ക് സൈസിനെ സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്. വളരെ ചെറിയ ഷോർട്ട് ലെങ്ത് വാല്യൂസ് ആയിരിക്കും. സോ ദ ആട്രിബ്യൂട്ട് ഡൊമൈൻ ക്യാൻ ബി വെരി ലാർജ്, അതായത് ലാർജ് വാല്യൂസും ആട്രിബ്യൂട്ട് ഡൊമൈനിൽ വരാം. അതായത് ഫോർ എക്സാമ്പിൾ ലോങ് കമ്പനി നെയിം ഓർ വെരി ഷോർട്ട് വാല്യൂസ്, ചെറിയ ഒരു സ്മോൾ ലെറ്റർ അബ്രിവേഷൻസ് ഒക്കെ വരത്തക്ക രീതിയിലുള്ള വാല്യൂസും
വരാം. ഓക്കെ, പിന്നെ ഈ ഒരു ഡേറ്റ ഡൊമൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആ ആട്രിബ്യൂട്ടിന് ഉൾക്കൊള്ളുന്ന ആൾക്കാരെയാണ് നമ്മൾ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡൊമൈൻ കൃത്യമായിട്ട് എക്സാമ്പിൾ പറയുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ് നെയിം എന്ന് പറയുമ്പോൾ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫബറ്റിക് വാല്യൂ ആയിരിക്കും ഡൊമൈൻ ആയിട്ട് വരുന്നത്. സോ ഒരിക്കലും അവിടെ എന്ത് വാല്യൂസ് ടൈപ്പ് ആയിട്ട് വരത്തില്ല. ഇൻഡിജർ വാല്യൂ ഒരിക്കലും സ്റ്റുഡന്റ് നെയിമിന് ഡൊമൈൻ ആയിട്ട് വരത്തില്ല. സോ അവിടെ ആൽഫബറ്റിക് വാല്യൂ ആയിരിക്കും സ്റ്റുഡന്റ് നെയിമിന് ഡൊമൈൻ ആയിട്ട് വരുന്നത്. പിന്നെ സ്റ്റുഡന്റിന്റെ ഏജ് നമ്മൾ മറ്റൊരു ആട്രിബ്യൂട്ട് നമുക്ക് ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ഏജ് ഒരിക്കലും എന്താവത്തില്ല? ആൽഫബറ്റിക് വാല്യൂ വരത്തില്ല. ഓക്കെ, നമുക്കറിയാം നമ്പർ വാല്യൂ വരത്തുള്ളൂ. കൂടാതെ ഒരിക്കലും ഈ നമ്പർ വാല്യൂ തന്നെ നെഗറ്റീവ് വാല്യൂ ഏജിന് വരത്തില്ല. ക്ലിയർ? ഒരിക്കലും ഏജിൽ എന്ത് വരത്തില്ല? ഏജ് വാല്യൂ കനോട്ട് ബി നെഗറ്റീവ്. ഒരിക്കലും ഏജ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ ഏജ് വാല്യൂല് ആൽഫബറ്റിക് വാല്യൂ വരത്തില്ല, നമ്പർ വാല്യൂ മാത്രമേ വരത്തുള്ളൂ. അതുപോലെ നെയിമിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നെയിം വാല്യൂ കനോട്ട് ബി എ ന്യൂമറിക് വാല്യൂ. ഒരിക്കലും നെയിമിന്റെ വാല്യൂ ഒരു ന്യൂമറിക് വാല്യൂ ആയിരിക്കത്തില്ല നെയിം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്കൊരു ഡൊമൈനിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എന്ത്? ഡൊമൈൻ. ഡൊമൈൻ നമ്മൾ വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു ഡേറ്റാബേസിലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഡേറ്റാബേസിലെ കോളം ഉൾക്കൊള്ളുന്ന ഡേറ്റാസിന്റെ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത്? ഡൊമൈൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഡൊമൈൻ ബിൽറ്റിനും ഉണ്ട്, കസ്റ്റമൈസ്ഡ് ഡേറ്റ ടൈപ്പും ഉണ്ട്. ഡേറ്റ ടൈപ്പ് ബിൽറ്റിനും ഉണ്ട്, കസ്റ്റമൈസ്ഡും ഉണ്ട്. ഇനി ഓരോ ആട്രിബ്യൂട്ടിലും എന്ത് റേഞ്ച് ഓഫ് വാല്യൂ ഉൾക്കൊള്ളണമെന്ന് തീരുമാനിക്കുന്ന ആള് ഈ ഡൊമൈൻ ആയിരിക്കും. അവരിലേക്ക് എന്ത് വാല്യൂ പെർമിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡൊമൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. വളരെ ലോങ് ആയിട്ടുള്ള ഡൊമൈൻ വാല്യൂസ് ഉണ്ടാവും, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡൊമൈൻ വാല്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൊമൈൻ എക്സാമ്പിൾ സ്റ്റുഡന്റ് നെയിം എപ്പോഴും ആൽഫബറ്റിക് വാല്യൂ ആയിരിക്കും, നമ്പേഴ്സ് വരത്തില്ല. അതേപോലെ ഏജ് ഒരിക്കലും ആൽഫബറ്റും വരത്തില്ല, അതോടൊപ്പം തന്നെ ഒരിക്കലും ഒരു നെഗറ്റീവ് -9 years ഓൾഡ് നമ്മൾ ഒരിക്കലും പറയത്തില്ല. സോ നെഗറ്റീവ് വാല്യൂസ് വരുന്നത്. ഈ റേഞ്ച് ഒക്കെ, ഈ ഡേറ്റ ടൈപ്പ് ഒക്കെ സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അതിന്റെ ഡൊമൈൻ ഉപയോഗിക്കുന്നത്. ഈ ടോപ്പിക് എപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കിൽ ഒന്നാണ് ഈ ഡൊമൈൻ എന്ന് പറയുന്നത്. ലാബിനായാലും വൈറ ക്വസ്റ്റ്യൻസിനും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡൊമൈൻ. Next topic is view of data. The major purpose of database system is to provide user with an abstract view of data. Okay, അതായത് ഡേറ്റാബേസ് സിസ്റ്റത്തിന്റെ ഒരു മേജർ പർപ്പസ് അല്ലെങ്കിൽ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേറ്റാബേസിലുള്ള ഡേറ്റയെ പറ്റിയുള്ള ഒരു അബ്സ്ട്രാക്ട് വ്യൂ യൂസറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അബ്സ്ട്രാക്ട് വ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ the system hides certain details of how data stored and maintained. അതായത് ഡേറ്റാബേസിന്റെ അകത്ത് ഡേറ്റയെ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു, അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതായത് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊന്നും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല? യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതിന്റെ മേജർ, അതായത് ഡേറ്റാബേസ് സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താ? യൂസറിന് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? യൂസറിന് റിവീൽ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അതായത് ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് പോലുള്ള ഡീറ്റെയിൽസ് ഒന്നും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല? യൂസറിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡേറ്റയായ യൂസറിന് ഏത് രീതിയിൽ അവർ കാണണം, അതിനെ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അവരെങ്ങനെ അതുമായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് വ്യൂ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതില് ഇങ്ങനെയുള്ള സ്റ്റോറിങ് ആൻഡ് മെയിൻറ്റെയിനിങ്, അതിന്റെ ഉള്ള പുറകിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the database hide the complexity from user
through several level of abstraction or levels of abstraction. എന്താണ് ഡേറ്റാബേസ് യൂസറിൽ നിന്നും ഇതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഈ ഒരു അബ്സ്ട്രാക്ഷൻ ഇവർ പോസിബിൾ ആക്കുന്നത് പല ലെവൽസിലൂടെയാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. സോ ഈ ലെവൽസിലൂടെ ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യൂസർ ഈ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ടു സിംപ്ലിഫൈ യൂസേഴ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ സിസ്റ്റം ഓർ വിത്ത് ദ ഡേറ്റാബേസ്. യൂസർ ഈ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് കുറച്ച് ഈസിയർ ആക്കാൻ, യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് ഇതിന്റെ സ്റ്റോറിങ്ങും മെയിൻറ്റെയിനിങ്ങും റിട്രീവിങ്ങിനുള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, യൂസറിന് വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇവർ റിവീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു യൂസറിന്റെ ഇന്ററാക്ഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്ത് data abstraction. It is called what? Data abstraction. So the database hides the complexity from user through several levels of abstraction. എന്തിനു വേണ്ടി? To simplify users interaction with the system or with the database. Okay, this process is called what? ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ. ഓക്കെ, സിസ്റ്റം എന്താണ് സെവറൽ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്തു. എന്തൊക്കെയാണ്? ഹൗ ദ ഡേറ്റ ഇസ് സ്റ്റോർഡ് ഓർ ഹൗ ദ ഡേറ്റ ഇസ് മെയിൻറ്റെയിൻ. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡേറ്റാബേസ് ഹൈഡ് ദ കോംപ്ലക്സിറ്റി ഫ്രം ദ യൂസർ ത്രൂ സെവറൽ ലെവൽസ് ഓഫ് വാട്ട്? അബ്സ്ട്രാക്ഷൻ. For what? To simplify the user's interaction with the system or with the database. This process is called what? Data abstraction. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? വ്യൂ ഓഫ് ഡേറ്റ, എങ്ങനെ ഈ ഡേറ്റയെ നോക്കി കാണുന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പം എന്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഇതിനെ മേക്കപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ലെവൽസ് വഴി ഉപയോഗിച്ചാണ് നമ്മൾ ഈ എന്താണ് ഈ അബ്സ്ട്രാക്ഷനെ പോസിബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ദിസ് ക്യാൻ ബി ഡൺ ത്രൂ വിച്ച് ലെവൽസ്? ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. ഏതാ? 3 ലെവൽസിലൂടെയാണ് നമ്മൾ ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആക്കുന്നത്. ഒന്നാമത്തത് ഫിസിക്കൽ ലെവൽ, രണ്ടാമത്തത് ലോജിക്കൽ ലെവൽ, മൂന്നാമത്തത് എക്സ്റ്റേണൽ ഓർ വ്യൂ ലെവൽ. ഓക്കെ, ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമ്മുടെ പ്രീവിയസ് ലെക്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. ഓർമ്മയാണ് എല്ലാവർക്കും. സോ ആ 3 സ്കീമ ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? 3 ലെവൽസിലൂടെയാണ് എന്ത് നമ്മൾ ആ ആർക്കിടെക്ചറിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. ഓക്കെ, ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ലെവൽസ് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ആ സ്കീമ ഡയഗ്രാം ഞാനൊന്ന് വരച്ച് 3 സ്കീമ ആർക്കിടെക്ചർ ഡയഗ്രാം ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. എന്താണ് 3 സ്കീമ ആർക്കിടെക്ചർ? നോക്കിക്കേ, 3 ലെവൽസ് നമുക്കതിൽ കാണാം. അന്ന് നമ്മൾ കണ്ടതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവൽ നമുക്ക് വിളിക്കാം. രണ്ടാമത്തത് ലോജിക്കൽ ലെവൽ, മൂന്നാമത്തത് ഇന്റേണൽ ഓർ ഫിസിക്കൽ ലെവൽ. ഓക്കെ, അപ്പം ഈ ലെവൽസിലൂടെയാണ് നമ്മൾ എന്ത് പോസിബിൾ ആക്കുന്നത്? ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ലെവൽസ് ഒക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത് ഇത് പ്യോർലി ആരെ ഉദ്ദേശിച്ചാണ്? യൂസറിനെ ഉദ്ദേശിച്ചാണ് അല്ലെ? യൂസേഴ്സ് ലെവലാണ്. ഓക്കെ, ഡിഫറെന്റ് യൂസേഴ്സ് ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് എന്ത് ഈ എക്സ്റ്റേണൽ ലെവൽ. അതിനാണ് വ്യൂ 1, വ്യൂ 2 എക്സെട്രാ അപ് ടു വ്യൂ. അപ്പം യൂസർ എങ്ങനെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവരിതിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു, എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതെല്ലാമാണ് എക്സ്റ്റേണൽ ലെവൽ. അപ്പം അവിടെ എന്താണ്? അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഡേറ്റ യൂസർ ലെവലിനെ മാത്രം കാണിച്ച് ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഒരു അബ്സ്ട്രാക്ട് ലെവലിലേക്ക് ഡേറ്റ അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോജിക്കൽ ലെവൽ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ? ഇറ്റ്സ് ഓൾ അബൌട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിന്റെ ബേസിസിലാണ് എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ലോജിക്കൽ ലെവൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇവിടെ കോഡിംഗ് നടത്തുന്ന ആൾക്കാർ പ്രോഗ്രാമേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ഇവിടെ യൂസറിന് ഇതിലോട്ട് എന്തില്ല, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഇല്ല. ഇവിടെ അതിന്റെ ലോജിക്കൽ വൈസുള്ള കോൺസെപ്റ്റ് അവർ ഡിസൈൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, കോഡിംഗ് നടത്തുന്നു. ആ ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു എന്ത് ലോജിക്കൽ ലെവലിൽ നമ്മൾ കണ്ടത്. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതാണ്. പിന്നെ അതിനുശേഷം മൂന്നാമത് നമ്മൾ കണ്ടായിരുന്നു എന്ത്? ഇന്റേണൽ ഓർ ഫിസിക്കൽ ലെവൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്? ഡേറ്റാബേസ് അഡ്മിൻ. അഡ്മിന്റെ ലെവലാണ് എന്തെന്ന് പറയുന്നത് ഈ ഇന്റേണൽ ലെവൽ ഓർ
ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അഡ്മിൻ എങ്ങനെ ഇത് ആരൊക്കെ ഇത് ആക്സസ് ചെയ്യണം, എന്തൊക്കെ പ്രിവിലേജസ് കൊടുക്കണം, എന്തൊക്കെ പ്രൊവിഷൻ കൊടുക്കണം, ഏതൊക്കെ പ്രോഗ്രാമേഴ്സിനെ എങ്ങനെ ബാലൻസ് ചെയ്യണം, ഇതെല്ലാം എന്താണ് ആക്സസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്ന ആളാണ് ഇത് അഡ്മിൻ എന്ന് പറയുന്നത്. ഒരു രക്ഷാധികാരിയാണ് നമുക്ക് പറയാം. സോ ഈ അഡ്മിൻ ലെവലാണ് ഇന്റേണൽ ഓഫ് ഫിസിക്കൽ ലെവൽ. അപ്പൊ അവിടെ എന്താണ് യൂസറിന് ആവശ്യമുള്ളത് കൊടുക്കും, പക്ഷെ ഈ എല്ലാ കാര്യങ്ങളെയും വ്യൂ ചെയ്യാനുള്ളൊരു എന്താണ് ലെവൽ ഇവിടെ ഉണ്ട്. പക്ഷെ ലോജിക്കൽ ലെവൽ ആണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിന് മാത്രം ഒരു ഏരിയ ആയിരുന്നു. യൂസർ ആണെങ്കിൽ ഇവരുമായിട്ട് ആരുമായിട്ട് ബന്ധമില്ല, ജസ്റ്റ് ഡേറ്റയെ സ്റ്റോർ ചെയ്തിരുന്ന ഡേറ്റയെ അവരെങ്ങനെ നോക്കിക്കാണുന്നു ആക്സസ് ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷെ അഡ്മിൻ ആവുമ്പം എവിടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഏത് സ്ഥലത്ത് ചെയ്യാം, ആർക്കൊക്കെ പ്രിവിലേജസ് കൊടുക്കാം, ഓതറൈസേഷൻ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതായിരുന്നു നമ്മൾ ആ 3 സ്കീമ ആർക്കിടെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ ലെവൽസിലൂടെയാണ് നമ്മൾ എന്ത് പോസിബിൾ ആക്കുന്നത്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ പോസിബിൾ ആക്കുന്നത്. ക്ലിയർ? സോ നമ്മൾ എപ്പോഴും ഡേറ്റ അബ്സ്ട്രാക്ഷൻ ചോദിക്കുമ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 4 മാർക്സിനാണെന്നുണ്ടെങ്കിൽ ഈ 3 സ്കീമ ആർക്കിടെക്ചറും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. കാര്യം അല്ല എക്സാമിന് എഴുതാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇത് എങ്ങനെ പോസിബിൾ ആവും എന്നുള്ളത് ലെവൽസ് മാത്രം പറഞ്ഞാൽ പോരാ, എങ്ങനെ നടക്കും എന്നുള്ളത് 3 സ്കീമ ആർക്കിടെക്ചറും കൂടെ വെച്ച് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വ്യൂ ഓഫ് ഡേറ്റ. അപ്പൊ വ്യൂ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ വരുന്ന മെയിൻ പോയിന്റ് എന്താണ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസർ ദിനം ഹൈഡ് ചെയ്ത് വെക്കുന്നു ത്രൂ എന്താണ് സെവറൽ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ആ ലെവൽസ് ആണ് നമ്മളിവിടെ പറഞ്ഞ ഇന്റേണലും ലോജിക്കലും എക്സ്റ്റേണലും, അല്ലെങ്കിൽ ഫിസിക്കല് ലോജിക്കൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഇനി ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്തിനു വേണ്ടിയാണ്, ടു സിംപ്ലിഫൈ യൂസേഴ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ ഡേറ്റാബേസ് ഓർ വിത്ത് ദ സിസ്റ്റം. ഈ സിസ്റ്റമായിട്ട് യൂസറിന്റെ ഇന്ററാക്ഷൻ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വ്യൂ ഓഫ് ഡേറ്റ. Next topic is data independence. The ability to modify schema definition in one level without affecting the schema definition in next higher level is called data independence. അതായത് ഒരു ലെവലില് നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ സ്കീമ ഡെഫിനിഷനില് ഒരു ലെവലില് സ്കീമായി നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്യുകയും മറ്റേ ലെവലിലെ സ്കീമ ഡെഫിനിഷനെ ഒരിക്കലും അത് അഫക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ. അതായത് ഒരു ലെവലിൽ നിന്നുകൊണ്ട് ആ ഡേറ്റാബേസിന്റെ സ്കീമായി നമുക്ക് ഡിഫൈൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു എബിലിറ്റിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്താണ്, വിതൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ ഇൻ നെക്സ്റ്റ് ഹയർ ലെവൽ. അടുത്ത ലെവലില്, അതായത് ഇപ്പം 3 ലെവൽസ് ഉണ്ടെങ്കിൽ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ സ്കീമായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ലെവലിനെയും ഇത് എഫക്ട് ചെയ്യത്തില്ല. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. So the ability to modify schema definition in one level without affecting the schema definition in next higher level is called data independence. അപ്പൊ മറ്റൊരു ലെവലിനെയും അപ്രോച്ച് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാതെ ഈ ഒരു ലെവൽ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് സ്കീമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഡേറ്റ ഇൻഡിപെൻഡൻസ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന 2 ലെവൽസ് അല്ലെങ്കിൽ 2 ലെവൽസ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡേറ്റാബേസ്. ഓക്കെ, സോ ദ 2 ലെവൽസ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ് ആർ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. So 2 levels of data independence we have. First one is physical data independence, second one is logical data independence. Okay, so first one is physical data independence. So this is also about the ability to modify schema definition. So this is the ability to modify physical schema without causing application programs to be rewritten. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിനെ എഫക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ റീറിട്ടേൺ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ സ്കീമായ മോഡിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ?
So without causing application programs to be rewritten, we can modify the physical schema. That ability is called what? Physical data independence. So physical schemaയെ നമുക്ക് എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ ഒന്നും അഫക്ട് ചെയ്യാതെ അല്ലെങ്കിൽ റീറിട്ടേൺ ചെയ്യാതെ ഒന്നും നമുക്ക് ഈ ഫിസിക്കൽ സ്കീമയെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ മോഡിഫിക്കേഷൻസ് അറ്റ് ഫിസിക്കൽ ലെവൽ ആർ ഒക്കേഷണലി നെസസറി ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. അപ്പോൾ ഈ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിലെ ഈ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കീമ ഡെഫിനിഷനിലുള്ള മോഡിഫിക്കേഷൻ ആണ് ഇൻഡിപെൻഡന്റ് ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ലെവലിൽ ഈ മോഡിഫിക്കേഷൻ എപ്പോഴും നടത്തേണ്ട കാര്യം നമുക്ക് ഇല്ല. സോ ഒക്കേഷനലി ആ ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഈ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് അവിടെ നടത്തേണ്ട കാര്യം അല്ലെങ്കിൽ ആ മോഡിഫിക്കേഷൻസ് ഫിസിക്കൽ ലെവലിൽ ഒരു മോഡിഫിക്കേഷൻ നടത്തേണ്ട സാഹചര്യം എപ്പോഴും വരത്തില്ല, ഒക്കേഷനലി മാത്രമേ വരത്തുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് ആ മോഡിഫിക്കേഷൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ അഫക്റ്റ് ചെയ്യാതെ നമ്മൾ ഈ സ്കീമയെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഫിസിക്കൽ ലെവലിൽ ഡീൽ ചെയ്യുന്നതാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. സോ ഇത് എപ്പോഴും നടക്കത്തില്ല, ഒക്കേഷനലി മാത്രമേ ഉള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് വാട്ട്? ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ ദ എബിലിറ്റി ടു മോഡിഫൈ വാട്ട്? ലോജിക്കൽ സ്കീമ. ലോജിക്കൽ സ്കീമയെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ ലോജിക്കൽ സ്കീമ without causing application programs to be rewritten. So application programs-നെ നമുക്ക് റീറിട്ടൺ ഒന്നും ചെയ്യാതെ തന്നെ ലോജിക്കൽ സ്കീമയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിലാണ് അതിനെ എന്ന് വിളിക്കുന്നത് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു ഒക്കേഷനലി ആയിരിക്കും ഈ ഒരു ചേഞ്ചസ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അതായത് ഒക്കേഷനലി മാത്രമേ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻസ് നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒക്കേഷനലി അല്ല, നമുക്ക് എന്താണ് മോഡിഫിക്കേഷൻസ് നെസസറി ആയിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതാണ് ഒരു കാര്യം. സോ ദ മോഡിഫിക്കേഷൻസ് ആർ നെസസറി വെൻ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡേറ്റാബേസ് ഇസ് ഓൾട്ടേർഡ്. എപ്പോ ഇതിന്റെ ലോജിക്കൽ സ്ട്രക്ചറിൽ ഡേറ്റാബേസിന്റെ ലോജിക്കൽ സ്ട്രക്ചറിൽ ഒരു ചേഞ്ചസ് വരുത്തണമെന്നൊരാവശ്യം വരുന്നു, ആ സമയത്തൊക്കെ ഓൾട്ടറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് നടത്താൻ സാധിക്കും, ഇവിടെ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് വഴി മോഡിഫിക്കേഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമതായിട്ട് വരുന്നത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഇത് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ് വാട്ട് the logical data independence is difficult to achieve because what the application programs are heavily dependent on the logical structure of data they access. നമുക്കറിയാം ലോജിക്കൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് purely depends on the application programmers and application programs and its coding. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ ഇത് പ്യുവർലി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സുമായിട്ടും അവിടുത്തെ ഡേറ്റയും അവർ ആക്സസ് ചെയ്യുന്ന ഡേറ്റയും കോഡും കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് ഇത്. സോ ഇതിലെ ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് പറയുന്നത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ച് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ വരുമ്പോൾ ഇവിടെ മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്താണ്, ഇവര് ഹെവിലി ഡിപ്പെൻഡ് ഓൺ വാട്ട് ലോജിക്കൽ ഡേറ്റ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ലോജിക്കൽ ഡേറ്റ സ്കീമ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡേറ്റാബേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. സോ ഈ ഒരു ലോജിക്കൽ ഡേറ്റ സെക്ഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് അച്ചീവ് ചെയ്യാൻ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ അപേക്ഷിച്ച് വരുന്ന വ്യത്യാസങ്ങളിലൊന്ന്. ഒന്നാമത്തെ വ്യത്യാസം എന്തായിരുന്നു, എപ്പോഴും നമുക്ക് ഇവിടെ എന്താണ് ആവശ്യം ഡേറ്റാബേസിൽ ചേഞ്ച് വരുത്തേണ്ട സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഈ മോഡിഫിക്കേഷൻ ഇവിടെ വരുത്താൻ സാധിക്കുമായിരുന്നു. രണ്ട്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ അപേക്ഷിച്ച് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ മോഡിഫിക്കേഷൻസ് നമുക്ക് കുറച്ചും കൂടെ അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ലോജിക്കൽ ഡേറ്റ സ്ട്രക്ചറുമായിട്ട് കുറെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അതാണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. സോ നമ്മൾ ഇന്ന് കണ്ടത് 3 കാര്യങ്ങളാണ്. ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് കണ്ടു. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ ഇൻ നെക്സ്റ്റ് ഹയർ ലെവൽ. മറ്റൊരു ലെവലിനെ തൊട്ട് ഹയർ ലെവലിനുള്ള ലെവലിനെ ഒരു തരത്തിലും ബന്ധപ്പെടാതെ നമ്മൾ അക്വയർ ചെയ്യുന്ന ലെവലിൽ ചേഞ്ചസ് വരുത്താൻ ഡെഫിനിഷൻ മോഡിഫൈ ദ സ്കീമ അതിലെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. 2 രീതിയിൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് അക്വയർ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ എബിലിറ്റി ടു മോഡിഫൈ ദ ഫിസിക്കൽ സ്കീമ വിത്തൗട്ട് കോസിംഗ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ടു ബി റീറൈറ്റഡ്. ഫിസിക്കൽ സ്കീമയിലെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റീറൈറ്റ് ചെയ്യാതെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ ആണെങ്കിൽ ലോജിക്കൽ സ്കീമയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ, മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ റീറൈറ്റ് ചെയ്യാറ്. പക്ഷേ ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിൽ പലപ്പോഴും നമ്മൾ ഇത് ഒരു മോഡിഫിക്കേഷൻ വരുത്തുള്ളൂ. എപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ മോഡിഫിക്കേഷൻ വരുന്നത്, നമുക്ക് അവിടുത്തെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ മാത്രം ഒക്കേഷനിൽ വിളിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. പക്ഷെ ലോജിക്കൽ അങ്ങനെയല്ല. നമുക്ക് എന്താണ് ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വരണമെന്ന് തോന്നുമ്പോൾ എല്ലാം നമുക്ക് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസിനെ ഫോളോ ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ് അക്വയർ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡിപ്പെൻഡന്റ് ആണ് ലോജിക്കൽ ഡേറ്റ സ്ട്രക്ചറുമായിട്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്തായിരിക്കും അക്വയർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡേറ്റ ഇൻഡിപെൻഡൻസ്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്.